ുള്ള ഇടതു സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം പകുതിയോടെ 10, 11, 12 തീയതികളായി CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരും. മുതിർന്ന നേതാക്കളെ അടക്കം മത്സരിപ്പിച്ച് പരമാവധി സീറ്റുകൾ നേടാനാണ് ശ്രമം. ആകെയുള്ളത് ഒരു സീറ്റ്. കൂടുതൽ എന്ത് കിട്ടിയാലും നേട്ടം. പക്ഷേ ലക്ഷ്യം ഏറ്റവും ചുരുങ്ങിയത് പകുതി സീറ്റുകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനായുള്ള ഇടതുപോരാട്ടത്തിന്റെ പ്രതീക്ഷ മുഴുവൻ പേറിയാണ് കേരളത്തിൽ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM ലോക്സഭാ പോരിന് ഒരുങ്ങുന്നത്. അടുത്തയാഴ്ച CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ ചേരും. മുഖ്യ അജണ്ട സ്ഥാനാർത്ഥി നിർണയം തന്നെ. ഞങ്ങൾ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് റെഡിയാവും. 11, 12 കമ്മിറ്റി അത് ഇതിന്റെ തന്നെ ചർച്ചയുടെ ഭാഗമാവും. പാർട്ടി കോട്ടയായിരുന്ന ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാൻ കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ് മുൻപന്തിയിൽ. ജില്ലാ സെക്രട്ടറി V. ജോയ് തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവരും കുറവല്ല. പാർട്ടിയുടെ ശക്തിദുർഗമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല. MLA-മാരായ M. മുകേഷും നൌഷാദും സുജിത് വിജയൻ പിള്ളയും തുടങ്ങി പല പേരുകളുണ്ടെങ്കിലും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിട്ടില്ല. ഏക സിറ്റിംഗ് MP-യായ AM ആരിഫിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ മുൻ മന്ത്രിമാരായ തോമസ് ഐസക്കോ, G. സുധാകരനോ വിപ്ലവ മണ്ണ് തിരിച്ചുപിടിക്കാൻ ദൌത്യം ഏറ്റെടുക്കേണ്ടി വരും. റാന്നി മുൻ MLA രാജു എബ്രഹാമിനാണ് പത്തനംതിട്ടയിൽ സാധ്യത, അല്ലെങ്കിൽ തോമസ് ഐസക്. എറണാകുളത്ത് പതിവ് പോലെ പൊതുസ്വതന്ത്രനെയാണ് തേടുന്നത്. ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജ് അല്ലാതെ മറ്റൊരു പേര് ഇപ്പോൾ പരിഗണന ഇല്ലെന്നാണ് സൂചന. പാലക്കാട് തിരിച്ചുപിടിക്കൽ നിയോഗം M. സ്വരാജിൽ വന്നുചേരാനാണ് സാധ്യത. ആലത്തൂരിൽ പേരുകൾ പലതാണ്. മന്ത്രി K. രാധാകൃഷ്ണൻ, മുൻ MP അജയകുമാർ, AK ബാലൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ജമീല വരെ. കോഴിക്കോട് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫോ, മുതിർന്ന നേതാവ് എളമരം കരീമോ സ്ഥാനാർത്ഥിയായേക്കും. പൊന്നാനിയിൽ മന്ത്രി V. അബ്ദുറഹിമാൻ, മുൻമന്ത്രി KT ജലീൽ, PSC മുൻ ചെയർമാൻ സക്കീർ തുടങ്ങിയ പേരുകളാണ് ചർച്ചയിൽ. പൊതുസ്ഥാനാർത്ഥിയും ഇവിടെ അവതരിച്ചേക്കാം. കണ്ണൂരിലോ വടകരയിലോ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മത്സരിക്കും. രണ്ടിടത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരും പരിഗണനയിലുണ്ട്. കാസർഗോഡ് തിരിച്ചുപിടിക്കാൻ TV രാജേഷ്, PP മുസ്തഫ, കർഷക സമരങ്ങളുടെ ശ്രദ്ധേയനായ കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ എന്നിവരിൽ ഒരാളാകും രംഗത്തിറങ്ങുക. CPI-യുടെ തൃശൂരിലെ സ്ഥാനാർത്ഥി മുൻമന്ത്രി VS സുനിൽകുമാർ തന്നെയാകും. തിരുവനന്തപുരത്ത് മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രനെ കളത്തിലിറക്കി പോരാട്ടം കടുപ്പിക്കാനാണ് ആലോചന. ആനി രാജയും മന്ത്രി GR അനിലും അടക്കമുള്ള പേരുകളും ഇവിടെ പരിഗണിച്ചിരുന്നു. മാവേലിക്കരയിൽ യുവനേതാവ് C. അരുൺകുമാറും മത്സരിക്കും. വയനാട്ടിലും CPI സ്ഥാനാർത്ഥിയെ തേടുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.